മറ്റുള്ള മുറിയിൽ നിന്നുള്ള ആളെ വിളിപ്പിച്ചല്ലോ. ഒരു അൺവാണ്ടഡ് ഫാക്ടറി ഈ ഫ്ലോറിൽ ഉണ്ടാവാൻ പാടില്ല. സർ, അത് പിന്നെ എന്താ പ്രോബ്ലം? എല്ലാ മുറികളും വെക്കേറ്റ് ചെയ്യിച്ചു. പക്ഷേ റൂം നമ്പർ 505 ഒഴിപ്പിക്കണ്ടെന്ന് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. സാറ് ആളറിയാതെ പറയുന്നത്. മുൻമന്ത്രി ഇടിക്കുള്ള സാറാ മുറിക്കകത്ത്. ജോൺ വർഗീസ് സാറിന്റെ അമ്മാച്ചൻ അദ്ദേഹം. ഏതവന്റെ അമ്മാച്ചനായാലും വലിച്ചിറക്കി പുറത്തുള്ളടോ. ഏത് കുഞ്ഞാര മോനാടാ മുട്ടി വിളിക്കാതെ വാലും തള്ളി തുറഞ്ഞ് കയറി പോരുന്നേ? ഞാൻ പെടുത്തോണ്ടിരിക്കുന്നത് കാണാൻ മേലെയോ? ആ പെടുത്തോ, പക്ഷെ പെടുത്തു കഴിഞ്ഞ് ഈ മുറി ഒഴിഞ്ഞിരണം. കൊച്ചെയ്തൊന്ന് പിടിച്ചേ. നീ ആരാടാ അത് പറയാൻ? എന്റെ കൊച്ച് കയ്യിൽ നിന്ന് ചക്രം മുടക്കി കെട്ടിയുണ്ടാക്കിയ ഈ ആശുപത്രിയില് ഞാൻ എവിടെ കിടക്കണമെന്ന് പറയാൻ നീ ആരാ? മോപ്പിനെ ചുമ്മാ കിടന്ന് അല്ലെന്ന് വർത്താനം പറഞ്ഞാണ്ടല്ലോ ചുരുട്ടി കൂട്ടിട്ട് വെളിയിലോട്ടോളെ താമടോ. സുദേവ് സാർ, വേണ്ട, വെറുതെ നമ്മളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. തൽക്കാലം ഇടിക്കുള്ളൂ, അദ്ദേഹം ഇവിടെ തന്നെ കിടന്നോട്ടെ. സാറായിട്ട് നമുക്ക് ഒരു ഉപദ്രവം ഉണ്ടാക്കത്തില്ല. ആ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണവേ. ഈ കൊണാപ്പനെ പോലെയല്ല, നിനക്ക് വിവരമുണ്ട്. എന്തു വന്നിന്റെ പേര്? ആ പോത്തൻ അല്ലയോ? ഓ ആണേ. സാർ വന്നാട്ടെ, ഒരു മിനിറ്റ് വന്നാട്ടെ. ഇത്രയും സമയത്തിനുള്ളിൽ തന്നെ അകത്ത് കിടക്കുന്ന മുൻമന്ത്രിയെ ചെന്ന് കണ്ട് പേരും മേലുല്ലാസവും പറഞ്ഞ് കൂടെ ചേർന്നു. കൊള്ളാം. സുദേവ് സാറേ, സാറിന് ഇച്ചിരി അനുഭവ സമ്പത്ത് കുറവാ. സാറങ്ങ് ഡൽഹിയിൽ ചാരന്മാരെ പിടിക്കല്ലായിരുന്നോ? അതുകൊണ്ട് അല്ല, ഇവിടുത്തെ കാര്യങ്ങൾ അറിയാഞ്ഞിട്ടാ. വലിയ സ്വാധീനം ഉള്ളവരെയൊന്നും നമ്മൾ ചുമ്മാ അങ്ങോട്ട് കയറി ചെന്നങ്ങ് പിണക്കരുത്. പിന്നെ ഏത് നിമിഷവും കാഞ്ഞു പോകുന്ന ആ കിളവ മുറിക്കകത്ത് കിടന്നുകൊണ്ട് നമുക്ക് തന്നെ അയാൾ അവിടെ അങ്ങനെ കിടന്ന് പോട്ട് സാറേ. അത് തീരുമാനിക്കുന്ന താനാണോ? ഞാനാണ്. ചന്ദ്രൻ സാറിനെ ഫീൽഡിൽ അസിസ്റ്റ് ചെയ്യാണ് സാറിന്റെ ഡ്യൂട്ടി. ഈ ഹോസ്പിറ്റലിന്റെ സെക്യൂരിറ്റിയുടെ ചാർജ് എനിക്കാണേ. പിന്നെ സാറിന്റെ കൺമുമ്പിലുള്ള നിയമവിരുദ്ധമായ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് കറക്റ്റ് ചെയ്യാം. എന്നോട് മുഷിച്ചിട്ടൊന്നും തോന്നരുത് മാഡം. പറയുമ്പോഴൊന്നും തോന്നരുത്. ഈ സ്പെഷ്യൽ റൂമിന്റെ മുന്നിലുള്ള ടെറിട്ടറി ക്ലീൻ ആയിരിക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു ഗൈഡ് ലൈൻ. മെഡിക്കൽ സ്റ്റാഫിലെ പെർമിറ്റഡ് മെമ്പേഴ്സും ഞങ്ങളുടെ ടീമിലുള്ളവർ ഒഴിച്ച് മറ്റാരും ഇവിടെ ഇരിക്കാൻ പാടില്ല മാഡം. അതുകൊണ്ട് മാഡം ഇദ്ദേഹത്തെ വിളിച്ച് താഴേക്ക് ചെന്നിരിക്കുന്നതായിരിക്കും. ഓഫീസർ, നിങ്ങളുടെ ചിട്ടകളും ക്രമങ്ങളും ഒന്നും തെറ്റിക്കണ്ട. ഞങ്ങൾ താഴേക്ക് പോയിരുന്നോളാം. വാ മോളെ. മാഡം, എക്സ്ക്യൂസ് മീ. അയാൾ മിസ്ബിഹേവ് ചെയ്തത് കാര്യമായിട്ട് എടുക്കരുത്. ഞാൻ സാറിനോട് സംസാരിച്ച് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാനുള്ള പെർമിഷൻ മേടിക്കാൻ. വേണ്ട, ഞങ്ങൾ ഇവിടെ ഇരുന്നാലും താഴെ ഇരുന്നാലും അവളെ കാക്കേണ്ടത് മുകളിലുള്ളവനാ. അദ്ദേഹം കാത്തോളും. ഒരു വാപ്പിച്ചി. സർ, ഓൺ ഡ്യൂട്ടി. എന്റെ ജോണെ, ഇത്രയ്ക്കും കൊടുമ്പിരിക്കേണ്ട പ്രശ്നങ്ങൾ നടക്കുമ്പോ തനിക്കെങ്ങനെ റിലാക്സ് ചെയ്യാൻ പറ്റുന്നടോ? That's me, വർക്കിച്ചൻ. That's me. ഈ ഹൗസ് ബോട്ടിന്റെ റിഥം ആസ്വദിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ ഐ ഫീൽ റിലാക്സ്ഡ്. നോ പ്രഷർ, നോ ടെൻഷൻ. പിന്നെ ഈ കായലിനപ്പുറം നമ്മളെ മാത്രം കാത്തുകിടക്കുന്ന നിധിയെക്കുറിച്ച് ഓർക്കുമ്പോ ഐ ഫീൽ ത്രിൽ ടു. ജനകീയ പ്രക്ഷോഭത്തിനും സ്ഥലം MP വിശുദ്ധ പുണ്യാളന്റെ സുവിശേഷത്തിനും ഹിതപരിശോധനയ്ക്കും അവന്റെ ഒക്കെ അമ്മയുടെ എക്സ്പെർട്ട് കമ്മിറ്റി റിപ്പോർട്ടിനും ഒടുവിൽ താനും ഞാനും ചേർന്ന് വാരിക്കോരി കടൽ കടത്താൻ പോകുന്ന കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ടൺ കണക്കിന് കരിമണ. അയ്യോ ജോണെ, അതൊക്കെ പിന്നെയുള്ള കാര്യം. ആശുപത്രി കിടക്കുന്ന ആ പെങ്കൊച്ച് ബോധം തെളിഞ്ഞ് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ താനും ഞാനും അതോടെ തീർന്നു. നോ ഡൗട്ട്. കാര്യം ആ പെങ്കൊച്ച് കിടക്കുന്നത് നമ്മുടെ ആശുപത്രിയിൽ എന്ന് വെച്ച് നമ്മൾ പറയുന്ന പോലെ എന്തെങ്കിലും പ്രവർത്തിച്ച് അവളെ അങ്ങ് തട്ടിക്കളയാൻ ഏതെങ്കിലും ഡോക്ടർ വില്ലിങ് ആവുമോ? എവിടെ? അത്രയ്ക്ക് ചങ്കുറപ്പുള്ളവന്മാരൊന്നും ആ കൂട്ടത്തിലില്ല. അതിനി ആരെങ്കിലും തയ്യാറായാൽ തന്നെ ഞാൻ അതിന് സമ്മതിക്കുമോ വർക്കിച്ചൻ? നോ, നെവർ. അതെന്താ ജോണെ അങ്ങനെ പറഞ്ഞേ? യൂസ് യുവർ ബ്രെയിൻ ഇഫ് യു ഹാവ് എനി. നമ്മുടെ ഹോസ്പിറ്റലിൽ കിടന്ന ആ പെണ്ണിന് എന്തെങ്കിലും സംഭവിച്ചാൽ വിശദമായ ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവും. അവളുടെ ഓട്ടോപ്സി റിപ്പോർട്ടിൽ അസ്വാഭാവികമായ എന്തെങ്കിലും ഒരു ഡീറ്റെയിലിനെ കുറിച്ചുള്ള റെഫറൻസ് ഉണ്ടായാൽ മതി. വി ആർ ട്രാപ്ഡ്. യോ, എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് കത്തിയില്ല. എന്നാ പിന്നെ ഞാൻ തന്നോടൊരു കാര്യം പറയാം. ആ വർമ്മയുടെ കേസ് കെട്ട് ഒതുക്കിയതുപോലെ ഈ പെങ്കൊച്ചിന്റെ കാര്യത്തിലും വേണ്ട എന്താന്ന് വെച്ചാ ചെയ്യാൻ നമ്മുടെ ആ പിന്നെ മുസാഫറിനോട് പറ. വർക്കിച്ചൻ,
ഞാൻ മുമ്പും തന്നെ വാൺ ചെയ്തിട്ടുള്ളതാണ്. നമുക്കിടയിൽ ആ പേര് റെഫർ ചെയ്യരുത്. അല്ല പിന്നെ അതെന്നാ ഏർപ്പാടാ? എല്ലാ കാര്യവും നമ്മൾ ഒരുമിച്ച്. ഈ ലിങ്ക് മാത്രം താൻ വിട്ടുതരുന്നില്ല. റൈറ്റ് യു ആർ. നമുക്കിടയിൽ അങ്ങനെ ഒരു ലൈൻ ഓഫ് കൺട്രോൾ ഉണ്ട്, നിയന്ത്രണ രേഖ. മറികടക്കുന്നത് മുസാഫറിന് ഇഷ്ടമല്ല. മോനെ സ്റ്റീഫൻ എന്തിടാ, വിളിക്കാവനെ. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ന്യൂറോ സർജൻ ഉണ്ട്, വൺ ഡോക്ടർ വിശ്വേശ്വരമൂർത്തി, ബേസ്ഡ് ഇൻ മലേഷ്യ. അയാൾ ആളുമുറ്റ. ഇവിടെ ഡ്രഗ് മാഫിയയുമായുള്ള ബന്ധത്തിന് അകത്ത് പോകുമെന്ന് വന്നപ്പോ മലേഷ്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തത്. അന്ന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് ഞാനാ. ഇന്നലെ അയാൾ എനിക്കൊരു ഗിഫ്റ്റ് അയച്ചു തന്നിരുന്നു. പതുക്കെ പതുക്കെ നാഡികളുടെ പ്രവർത്തനം മരവിപ്പിക്കുന്ന എ മോർട്ടൽ കോമ്പിനേഷൻ ഓഫ് ഡ്രഗ്സ്. അയാൾ പ്രിസ്ക്രൈബ് ചെയ്ത ഡോസേജ് ഉള്ളിൽ ചെന്നാൽ 3 ആഴ്ചയ്ക്കുള്ളിൽ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചിരിക്കും. ഒരു രാസപരിശോധനയിലും ഈ കെമിക്കൽസിന്റെ ട്രേസ് ഉണ്ടാവില്ല. കൊള്ളാമല്ലോ ജോണേ, കേൾക്കുമ്പം തന്നെ നമുക്കൊരു ഒരു 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 മനഃശാന്തി തോന്നുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം, നമ്മൾ ഈ മരുന്ന് അവിടെ ദേഹത്തെങ്ങനെ കയറ്റും? സ്റ്റീഫൻ സർ, നിനക്കിന്ന് മുതൽ പുതിയൊരു ജോലിയുണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ. Excuse me. Yes. Your ID? Okay. ക്രസൻ കെമിക്കൽസ് രത്നഗിരി 4 വർഷങ്ങൾക്ക് മുമ്പ് നിസ്സാര വിലയ്ക്ക് ഈ ഫാക്ടറി ജോൺ വർഗീസ് ഏറ്റെടുക്കുമ്പോൾ ഈ പ്ലാന്റ് ഭീമമായ നഷ്ടത്തിലായി. ഇന്ന് ക്രസൻ കെമിക്കൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ലാഭമുണ്ടാക്കുന്ന കെമിക്കൽ ഫാക്ടറികളിൽ ഒന്നാണ്. സുഹറെ കാണാതായ അന്ന് രാവിലെ അവരെ ഫോണിൽ വിളിച്ച ചെറുപ്പക്കാരൻ STD ബൂത്തിൽ മറന്നുവെച്ചുപോയ ഈ മാഗസിനിൽ പച്ച മഷിയിൽ അടിവരയിട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഈ ഫാക്ടറിയെ കുറിച്ചുള്ള റെഫറൻസ് ആണ്. സോ ക്രസൻ കെമിക്കൽസിന്റെ ഹിസ്റ്ററി അറിയാൻ ഞാൻ രത്നഗിരി DCP ശക്തിവേലിനെ കോൺടാക്ട് ചെയ്തു. ആൻഡ് ഹി ഹാസ് സം വെരി ഇൻട്രസ്റ്റിംഗ് ഇൻഫർമേഷൻ ഫോർ us. യെസ് ശക്തിവേൽ സർ, ജാൻ വർഗീസ് இந்த ഫാക്ടറി വാങ്ങறதுக்கு മുന്നേ യൂസഫ് ഖാൻ கிட்ட தான் இருந்தது. He is basically from Kerala. அவனோட சரியான வேலை ஸ்மഗ്லிங் 1970sல ஸ்டீரியோ, துணி, பெர்ஃப்யூம் இதுல ஆரம்பிச்சு அதுக்கப்புறம் பெரிய கோல்ட் ஸ்மഗ്லர் ஆயிடுச்சு. Now a major hawala dealer. This is his graph. பப்ளிக் முன்னாடி நல்ல பேரு கிடைக்கிறதுக்கு தான் அந்த ஆளுக்கு இந்த ஃபேக்டரி. ബിസിനസ്സിലെ ലാസ് വന്നാച്ച് ജാൻ വർഗീസ്ക്ക് വിത്താച്ച്. And there lies the crucial point. രത്നഗിരി ബേസ് ചെയ്ത് മംഗലാപുരത്തിനും മുംബൈക്കും ഇടയിൽ നടക്കുന്ന മുഴുവൻ ഹവാല ഇടപാടുകൾക്കും ചുക്കാൻ പിടിക്കുന്ന യൂസഫ് ഖാനും രാജ്യസഭാ MP ജോൺ വർഗീസും തമ്മിൽ എന്താണ് ബന്ധം? ഒരു ഫാക്ടറി കച്ചവടത്തിനപ്പുറം നീളുന്ന എന്ത് കൊടുക്കൽ വാങ്ങലാണ് അവർ തമ്മിലുള്ളത്? സുഹറെ ബൂത്തിൽ നിന്ന് വിളിച്ച 25നും 30നും ഇടയിൽ പ്രായമുള്ള ചെറുപ്പക്കാരനും 70 കഴിഞ്ഞ യൂസഫ് ഖാനും തമ്മിൽ എന്താണ് ബന്ധം? ഫൈനലി ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി, കഴിഞ്ഞ 5 ദിവസങ്ങളായി എവിടെയാണെന്ന് ആർക്കും അറിയാത്ത യൂസഫ് ഖാൻ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല? What do you mean, ചന്ദ്രശേഖർ? Yes sir, he is also missing. 4 நாளைக்கு முன்னாடி யூசப் கானோட எல்டர் டாட்டர் கொடுத்த மேன் மிஸ்ஸிங் கம்ப்ளைண்ட்ல ரத்னகிரி போலீஸ் கேஸ் ரெஜிஸ்டர் பண்ணி விசாரணை ஆரம்பிச்சாச்சு. ജോൺ വർഗീസുമായി ബിസിനസ് ഇടപാടുള്ള യൂസഫ് ഖാനെയും സുഹറയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അൺനോൺ ഫാക്ടറാണ് ഈ ഫോൺ ചെയ്ത ചെറുപ്പക്കാരൻ. ഇഫ് മൈ ഇൻറ്റ്യൂഷൻ ഇസ് റൈറ്റ്, യൂസഫ് ഖാൻ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം വരേണ്ടത് കാടുകളിൽ നിന്നാണ്. സുഹറെ കണ്ടെത്തിയ അതേ കാടുകളിൽ നിന്ന്. എവിടെ? കുറച്ചുള്ളിലാണ് സർ, 5 കിലോമീറ്റർ ഉണ്ട്.